യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. പ്രത്യാശവാദിക്കും നൻ പ്രാണനാഥനെ പ്രാവിൻ ചിറാകനെ കേകിയെങ്കിൽ പ്രത്യാശവാദിക്കും നൻ പ്രാണനാഥനെ പ്രാവിൻ ചിറാകനെ കേകിയെങ്കിൽ പറന്നു പോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനായി. പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനായി. ഞായറാഴ്ച ദിവസം സൺഡേ സ്പെഷ്യലുള്ള ദിവസമാണ് രൂത്ത് ആൻഡ് എസ്തർ. രൂത്ത് ചാപ്റ്റർ 3 വേർഡ്സ് 5 and 6. രൂത്ത് 3-5-6 വാക്യങ്ങൾ. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. And she said unto her, all that thou sayest unto me I will do. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. And she went down unto the floor and did according to all that her mother-in-law bade her. Second session. എസ്തർ 2-8-9 വാക്യങ്ങൾ. എസ്തർ ചാപ്റ്റർ 2 വേർഡ്സ് 8 and 9. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. So it came to pass when the king's commandment and his decree was heard, and when many maidens were gathered together unto Shushan the palace to the custody of Hegai, that Esther was brought also unto the king's house to the custody of Hegai, keeper of the women. ആ യുവതി അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. And the maiden pleased him, and she obtained kindness of him, and he speedily gave her things for purification. With such things belonged to her, and 7 maidens which were meet to be given her out of the king's house, and he preferred her and her maidens unto the best place of the house of the women. ഇനി നമുക്കിതിൻ്റെ ഉള്ളടക്കം നോക്കാം. രൂത്ത് അമ്മാവിയമ്മയോട് ഇപ്രകാരം പറഞ്ഞു, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. And she said unto her, all that thou sayest unto me I will do. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. And she went down unto the floor and did according to all that her mother-in-law bade her. Second session. Esther. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ചു ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും അന്തഃപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. So it came to pass when the king's commandment and his decree was heard,
And when many maidens were gathered together unto Shushan the palace to the custody of Haggai, that Esther was brought also unto the king's house to the custody of Haggai, keeper of the woman. ആ യുവതിയെ അവന് ബോധിച്ചു, അതായത് അഹശ്വേരോശിന് എസ്തേറിനെ ബോധിച്ചു. എസ്തേറിനോട് പക്ഷം തോന്നി. ശുദ്ധീകരണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വേഗത്തിൽ കൊടുത്തു. 7 ബാല്യക്കാരത്തികളെയും കൊടുത്തു. അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. And the maiden pleased him, and she obtained kindness of him, and he speedily gave her things, purification with such things belonged her, and 7 maidens, and her maidens unto the best place of the house of the woman. നമ്മുടെ 2 സെഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.